ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും ചേച്ചിയും മോനും കൂടി ആട്ടോ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് പൊതുവേ അമ്മ അങ്ങോട്ട് വരലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആക്കിയതാണ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ പോയത് ഉള്ളിയേരിയുള്ള ആദർശേരി ശിവൻ്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അവിടേക്ക്. അപ്പം ഞങ്ങൾ വണ്ടി എടുത്താണ് പോയത്. ക്ഷേത്രകുളം കഴിഞ്ഞൊരു 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലം വരുന്നത്. അപ്പോൾ ചേച്ചിയും മോനും ആദ്യം തന്നെ അമ്പലത്തിലേക്ക് കയറി പോയിട്ടോ. ഞാൻ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാവധാനമാണ് ഈ അമ്പലത്തിലേക്ക് കയറിയത്. നല്ല ശാന്തമായ ഒരു പ്രതീതിയാണ് അവിടെ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം കേട്ടോ ഇത്. എനിക്ക് ഒരുപാട് വഴിപാടുകളൊക്കെ നടത്താണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ വഴിപാട് കൗണ്ടറിലേക്കാട്ടോ പോയത്. വഴിപാട് കൗണ്ടറിലൊക്കെ ചെന്ന് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിനുള്ളിലും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. വഴിപാട് കൗണ്ടറിൽ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴിപാട് എഴുതി കിട്ടിയിട്ടോ. എനിക്കൊരു കുറച്ചധികം തന്നെ വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റെസീറ്റ് ആക്കി വാങ്ങിച്ച് നേരെ അമ്പലത്തിനുള്ളിലോട്ട് കയറിയിട്ടോ. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇറങ്ങി നേരെ പോയത് കുളത്തിൻ്റെ അടുത്തേക്കാണേ. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് പോയപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് വെള്ളത്തിലിറങ്ങി. ആണ് ഒരുപാട് താഴോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. വെള്ളത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെ വരെ പോയിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നേ. പിന്നെ നമ്മൾ വീട്ടിലെത്തി പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുവച്ചു കേട്ടോ. പൊതുവേ അങ്ങനെയാണ് ചെയ്യൽ. അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കിട്ടി കഴിഞ്ഞാൽ നേരെ പൂജാമുറിയിലാണ് കൊണ്ടുപോയിക്കൽ കേട്ടോ. അങ്ങനെ പൂജാമുറിയിൽ വെച്ച് നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ മോൻ ഇന്ന് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് വെജിറ്റേറിയൻ ആണ്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടുകൊണ്ട് വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ ഫുള്ള്. അങ്ങനെ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞതിലേക്ക് സദ്യ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സദ്യ ആക്കിയിട്ടോ. ചെറിയ സദ്യയായിരുന്നു കേട്ടോ. പായസം, ഉപ്പേരി, അവിയൽ, പപ്പടം, അങ്ങനെ പുളി കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ സദ്യ ഉണ്ടാക്കി. പൊതുവേ കോഴിക്കോടുകാരുടെ സദ്യേൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടോ, ഒരു മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഫുൾ വെജിറ്റേറിയൻ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ സദ്യ വിളമ്പി കൊടുത്തത് ബർത്ത്ഡേ ബോയ്ക്കാണ്. അപ്പൊ അവന് പുളിയിഞ്ചി ഇഷ്ടമായതുകൊണ്ട് പുളിയിഞ്ചിന്റെ ടേസ്റ്റ് അവൻ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ അവിയൽ കുറച്ച് ലൂസായി പോയിട്ടോ, പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവന് ചോറൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ വൈകുന്നേരം മോനൊരു ചെറിയ കേക്ക് വാങ്ങിക്കൊടുത്ത് അതൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഞങ്ങള്. Happy birthday to